ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ച് രാജ, കെട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി. ഉത്തരം പഴശ്ശിരാജ. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം. ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് എന്തിനെയായിരുന്നു? ഉത്തരം പുന്നപ്ര വയലാർ സമരം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ്? ഉത്തരം വി.ടി. ഭട്ടതിരിപ്പാട്. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം? ഉത്തരം പ്രത്യക്ഷരക്ഷാ ദേവസഭ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കാസർഗോഡ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ടയിലെ പ്രധാന നദികൾ ഏതെല്ലാമാണ്? ഉത്തരം പമ്പ, കക്കി. കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം ഇൽമനൈറ്റും മോണോസൈറ്റും. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം? ഉത്തരം പേരമ്പാടി ചുരം. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്രയാണ്? ഉത്തരം 590 കിലോമീറ്റർ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച തെറ്റായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെയാണ്? ഉത്തരം സിന്ധു, നർമ്മദ, പെരിയാർ. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? ഉത്തരം ഇലപൊഴിയും കാടുകൾ. വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു? ഉത്തരം ഉഷ്ണകാലം. പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇതിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഗോവയും കർണാടകയും. മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? ഉത്തരം സോവിയറ്റ് യൂണിയൻ. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട്? ഉത്തരം 24. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്ത വ്യക്തി? ഉത്തരം ഓപ്ഷൻ ഡി, ജസ്റ്റിസ് ഗോപാൽ ബല്ലഭ് പട്നായിക്. സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഡിസംബർ 10. യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്?
ഉത്തരം ഇൻഷുറൻസ്. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയ്ക്കായി രൂപീകരിച്ച കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഫസൽ അലി. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? ഉത്തരം 5-ാം പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം ഏതാണ്? ഉത്തരം താരാപൂർ. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാമായിരുന്നു? ഉത്തരം ചേരിയെ ചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്ര സംഘടനയിലുള്ള വിശ്വാസം. ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓർബിറ്റർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധി യുഗം എന്നറിയപ്പെടുന്ന കാലഘട്ടം? ഉത്തരം 1919 മുതൽ 1947 വരെ. 1857 ഇന്ത്യയിലെ 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ ബീഹാറിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം കൻവർ സിംഗ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ക്ലെമന്റ് അറ്റ്ലി. സതി, ജാതി വ്യവസ്ഥ, ബാലവിവാഹം എന്നിവയ്ക്കെതിരെ സമരം നടത്തിയ പ്രസ്ഥാനം ഏതാണ്? ഉത്തരം ബ്രഹ്മസമാജം. 1925 കേന്ദ്ര നിയമനിർമ്മാണ സഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സ്വരാജ് പാർട്ടി അംഗം? ഉത്തരം വിത്തൽ ഭായ് പട്ടേൽ. കേരളത്തിൽ എത്ര ജില്ലാ പഞ്ചായത്തുകളുണ്ട്? ഉത്തരം 14. ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചത് എന്നായിരുന്നു? ഉത്തരം 1965 ജനുവരി 26. തമിഴ്നാടിന്റെ ഔദ്യോഗിക മൃഗം? ഉത്തരം വരയാട്. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കൊച്ചി. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം PT ഉഷ. HS പ്രണോയ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബാഡ്മിന്റൺ. കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം പന്നിയൂർ. 1857 കലാപകാലത്ത് വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ സർ ഹ്യൂറോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം റാണി ലക്ഷ്മിഭായ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച കാലത്തിലെ വൈസ്രോയി ആരാണ്?
ഉത്തരം ഡഫറിൻ പ്രഭു. 1928 ആരെല്ലാം ചേർന്നാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചത്? ഉത്തരം ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും.